പരിശുദ്ധാത്മാവിൻ്റെ ഈ നാളുകളിൽ തൻ്റെ സഭയിലും ലോകം മുഴുവനിലും ശക്തിയോടെ ആത്മാവ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഉണർവിൻ്റെ നാളുകളാണിത്. ലോകവ്യാപകമായി ഉണർവിൻ്റെ കാറ്റ് വീശുന്നത് നമുക്ക് കാണുവാൻ കഴിയും. പല ലോകരാജ്യങ്ങളിലും ചില രാഷ്ട്രീയമായ മാറ്റങ്ങൾ നമ്മൾ കാണുന്നു. സാമൂഹികമായ ചില ചേഞ്ചസ് നമ്മൾ ദർശിക്കുകയാണ്. ആത്മീയ മണ്ഡലങ്ങളിലും വലിയ മാറ്റങ്ങളും വളർച്ചകളും നമ്മൾ ഇന്ന് കാണുന്നുണ്ട്. ഇതൊന്നും അവിചാരിതങ്ങളല്ല സഹോദരങ്ങളെ. പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടത്തിൽ ശക്തിയോടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കൃപയുടെ അടയാളങ്ങളാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ ആത്മപ്രവർത്തികൾ. അത് ലോകത്തിലാകട്ടെ സഭയിലാകട്ടെ നമ്മളെന്നത് കണ്ടുകൊണ്ടിരിക്കുക. ഉണർവിൻ്റെ കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിലും യൂറോപ്പിലും ഓസ്ട്രേലിയയിലും ഏഷ്യയുടെ പല രാജ്യങ്ങളിൽ, എന്തിന് നമ്മുടെ ഭാരതത്തിലെല്ലാം ഈ ഉണർവിൻ്റെ അലയടികൾ നമ്മൾ വ്യക്തമായി കാണുന്നു. ഇതിലൂടെ എല്ലാം എന്താണ് പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നത്? ഇത് ഉണർവിൻ്റെ സമയമാണ്. ദിസ് ഈസ് ടൈം ഫോർ ദ റിവൈവൽ. ഇത് ഉണർവിൻ്റെ സമയമാണ്, ഉണർവിനുള്ള സമയമാണ്. ഈ ദൈവ പദ്ധതി മനസ്സിലാക്കിക്കൊണ്ട് ഈ കാലഘട്ടത്തിലെ ദൈവജനം പരിശുദ്ധാത്മാവിൻ്റെ പദ്ധതികളോട് സഹകരിക്കുന്നവരാകണം. പരിശുദ്ധാത്മ പ്രവർത്തനങ്ങളോട് കൂടുതൽ ഹൃദയ തുറവിയുള്ളവരായി നമ്മൾ മാറണം. ആത്മാവിനെ അനുസരിക്കുന്നവരായി, പരിശുദ്ധാത്മാവിനോടൊപ്പം പ്രവർത്തിക്കുന്നവരായി, അധ്വാനിക്കുന്നവരായി നമ്മൾ മാറുമ്പോൾ അനേകം ഫലങ്ങൾ, അനുഗ്രഹങ്ങൾ ഈ നാളുകളിൽ നമുക്ക് സ്വന്തമാക്കുവാൻ കഴിയും. ആദിമസഭയിൽ ആദ്യ പെന്തക്കോസ്ത ജെറുസലേമിൽ നാം കാണുന്നു, പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി പടരുകയാണ്, സഭ രൂപം കൊള്ളുകയാണ്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ജെറുസലേമിൽ റിവൈവൽ എന്ന് വേണമെങ്കിൽ പറയാം. പരിശുദ്ധാത്മ സ്വർഗം വിട്ടിറങ്ങി വന്ന് ശിഷ്യ സമൂഹത്തെ അഭിഷേകം ചെയ്തു. അവിടെ സഭ ജന്മം കൊള്ളുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഈ ഉണർവിൻ്റെ അനുഭവം ശിഷ്യ സമൂഹത്തിന് എപ്രകാരമാണ് അനുഭവിക്കാൻ കഴിഞ്ഞത്? ഞാൻ വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള മറ്റൊരു ഫേസ് റിവൈവൽ കേരള സഭയ്ക്ക് വീണ്ടും പരിശുദ്ധാത്മ നൽകാൻ പോവുകയാണ്. അത് കേരള സഭയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, അത് ഭാരത സഭയിലേക്കും അതിലൂടെ സാർവത്രിക സഭ മുഴുവനിലേക്കും ഈ ഉണർവിൻ്റെ അലയടികൾ വീണ്ടും ശക്തമായി പരിശുദ്ധാത്മാവ് നൽകാൻ പോവുകയാണ്. വിശ്വസിച്ച് ആമേൻ പറഞ്ഞേ. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 3-4 വചനങ്ങളിൽ പരിശുദ്ധ വചനം പറയുന്നു, അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെ മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. ശിഷ്യ സമൂഹം കാണുകയാണ്. തീ സാന്നിധ്യമായി ദൈവത്തിന് റൂഹ ഇറങ്ങി വരുന്നത് അവർ അനുഭവിക്കുകയാണ്. 2-4 വചനം വെളിപ്പെടുത്തുന്നു, അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ഒരുമിച്ച് വചനം ഉച്ചത്തിൽ ഏറ്റുപറഞ്ഞേ, അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. എത്ര മനോഹരമായ വചനമാണ് സഹോദരങ്ങളെ. ഇന്ന് കർത്താവിന്റെ സഭയ്ക്ക് ഇതാണ് ആവശ്യം. പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട ആത്മാവിനാൽ നയിക്കപ്പെടുന്ന സഭ, സഭയുടെ കുടുംബങ്ങൾ, സഭയുടെ യുവജനങ്ങൾ, സഭയുടെ ശുശ്രൂഷകർ, സഭയുടെ കൂട്ടായ്മകളിലെല്ലാം ഈ പരിശുദ്ധാത്മ നടത്തിപ്പ്, പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, പരിശുദ്ധാത്മ അഭിഷേകം, പരിശുദ്ധാത്മ ശക്തിയുടെ അനുഭവം, ഇതെല്ലാം ദൈവജനം ഈ നാളുകളിൽ സ്വന്തമാക്കണം. ഇതാണ് കർത്താവിൻ്റെ ആഗ്രഹം. സഹോദരങ്ങളെ, 21 ദിനങ്ങളിലെ ഈ പ്രാർത്ഥന ഉപവാസ ശുശ്രൂഷയെക്കുറിച്ചുള്ള സ്വർഗത്തിൻ്റെ പദ്ധതി എന്താ? നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആത്മാവിൻ്റെ തീനാവുകളായി ജ്വലിക്കുന്നവരായി മാറും. ജ്വലിക്കുന്ന ആത്മാക്കളാകണം. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. നാം തിരുവചനം പരിശോധിക്കുമ്പോൾ, സഭാ ചരിത്രത്തിലേക്ക് നോക്കുമ്പോഴും, എപ്പോഴെല്ലാം തൻ്റെ സഭയ്ക്ക് പരിശുദ്ധാത്മാവ്
ഒരു ആത്മീയ ഉണർവ് നൽകിയിട്ടുണ്ടോ, അതിൽ മാറ്റി നിർത്താൻ കഴിയാത്തൊരു ഘടകമാണ് ദൈവത്തിൻ്റെ വചനം. പരിശുദ്ധാത്മ തന്നെ സഭയ്ക്ക് നൽകിയ റിവൈവലുകളിൽ, നവീകരണ മുന്നേറ്റത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ദൈവവചനത്തിലേക്കുള്ള ദൈവജനത്തിൻ്റെ മടങ്ങിവരവാണ്. സഹോദരങ്ങളെ, ദൈവവചനത്തിലേക്കുള്ള ജനത്തിൻ്റെ മടങ്ങിവരവ്. ഈ ജെറുസലേമിൽ ഉണ്ടായ ഈ റിവൈവലിൽ, ആദ്യ പെന്തക്കോസ്തയിൽ എന്താ സംഭവിച്ചത്? അവിടെ കർത്താവിൻ്റെ വചനത്തിന് വലിയ ശക്തി ഉണ്ടായിരുന്നു. അവിടെ തടിച്ചുകൂടിയ ജനത്തോട് പത്രോസ്ലീഹ കർത്താവിൻ്റെ വചനം അറിയിക്കുകയാണ്. ശ്രദ്ധിക്കണം, വചനം അറിയിക്കുകയാണ്. ദൈവവചനം പ്രഘോഷിക്കപ്പെടുകയാണ്. സഹോദരങ്ങളെ, ദൈവവചനം പ്രഘോഷിക്കപ്പെടുന്ന സഭകളിലാണ്, സമൂഹങ്ങളിലാണ് ആത്മാവിൻ്റെ ശക്തമായ ഉണർവിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. ദൈവവചനം പ്രഘോഷിക്കപ്പെടാത്ത സഭ നിർജീവമാകുന്നു, സമൂഹങ്ങൾ നിർജീവമാകുന്നു, ആത്മീയ മന്ദതയിലും മന്ദോഷതയിൽ അകപ്പെട്ടു പോകുന്നു. അപ്രകാരമുള്ള കുടുംബങ്ങൾ വിശ്വാസത്തിൽ ചത്തതായി മാറുന്നു. സഹോദരങ്ങളെ, ആത്മാവിന്റെ തീ സഭ മുഴുവനിലും കത്തിപ്പടരണമെങ്കിൽ സഭ ദൈവവചനത്തിന്റെ സഭയായി, വചനം പ്രഘോഷിക്കുന്ന സഭയായി മാറണം. അപ്പോസ്തല പ്രവർത്തനം 2:40 തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നു, അവർ മറ്റു പല വചനങ്ങളാലും അവർക്ക് സാക്ഷ്യം നൽകി. പത്രോസ്ലീഹ മറ്റു പല വചനങ്ങളാലും, എല്ലാവരും ഉച്ചത്തിൽ പറഞ്ഞേ, മറ്റു പല വചനങ്ങളാലും. ദൈവത്തിന്റെ വചനം ആത്മശക്തിയോടെ പത്രോസ്ലീഹ പ്രഘോഷിക്കപ്പെടുകയാ. സഹോദരങ്ങളെ, വചനത്തിന്റെ ശക്തമായൊരു വ്യാപനം നമ്മൾ അവിടെ കാണുകയാണ്. അപ്പൊ പരിശുദ്ധാത്മാവ് തന്റെ സഭയ്ക്ക് നൽകുന്ന ഉണർവിൽ മാറ്റി നിർത്താൻ കഴിയാത്തൊരു പ്രധാന ഘടകമാണ് ദൈവത്തിന്റെ വചനം. മാത്രമല്ല, എവിടെയെല്ലാം ഒരു റിവൈവൽ ഉണ്ടാകുന്നു, ആത്മാവ് തൻ്റെ സഭയെ, ദേശങ്ങളെ, രാജ്യങ്ങളെ തൻ്റെ ശക്തിയാൽ ഉണർത്തുന്നുവോ, അവിടെയെല്ലാം ദൈവവചനത്തിലേക്കുള്ള ദൈവജനത്തിൻ്റെ മടങ്ങിവരവ് കാണുവാൻ നമുക്ക് കഴിയും. വചനത്തോട് അതിയായൊരു സ്നേഹം ജനത്തിനുണ്ടാകുന്നു. ദൈവവചനത്തോട് അടങ്ങാത്തൊരു ദാഹം ജനത്തിന്റെ ഹൃദയത്തിൽ വർദ്ധിക്കുന്നു. ഇത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തന. സഹോദരങ്ങളെ, വീണ്ടും അപ്പോസ്തല പ്രവർത്തനം 2:41 ആ വചനം എല്ലാവരും ശ്രദ്ധിച്ച്, അവന്റെ വചനം ശ്രവിച്ചവർ സ്നാനം സ്വീകരിച്ചു. എന്താ വചനം പറയുന്നത്? അവന്റെ വചനം ശ്രവിച്ചവർ സ്നാനം സ്വീകരിച്ചു. വചനം ശ്രവിച്ചവർക്ക് മാനസാന്തരമുണ്ടായി. വചനം ശ്രവിച്ചവരിൽ വിശ്വാസം വർദ്ധിച്ചു. വചനം ശ്രവിച്ചവരിൽ പരിശുദ്ധാത്മ അനുഭവമുണ്ടായി. വചനം ശ്രവിച്ചവരുടെ ഹൃദയങ്ങൾ തുറക്കപ്പെട്ടു. വചനം ശ്രവിച്ചവർ കർത്താവായ യേശുവിനെ കണ്ടുമുട്ടി. വചനത്തിന്റെ ശക്തി അനുഭവിക്കുക സഹോദരങ്ങളെ. ദൈവവചനത്തിന്റെ പവറിലേക്ക്, ശക്തിയിലേക്ക് നമ്മൾ മടങ്ങി വരേണ്ട സമയമാണിത്. വിശ്വസിച്ച് ആമേൻ പറഞ്ഞേ. ആമേൻ. ക്രൈസ്തവരായ നമ്മുടെ ജീവിതത്തിൽ ദൈവവചനത്തിന്റെ പ്രാധാന്യവും അതിനുള്ള സ്ഥാനവും നമ്മൾ മറന്നു പോകരുത്. വചനത്തിന് പകരം വെക്കാൻ മറ്റൊന്നില്ല സഹോദരങ്ങളെ. കർത്താവിന്റെ സഭയിൽ പരിശുദ്ധ കുർബാനയെ പോലെ തന്നെ സഭയുടെ ഹൃദയത്തിൽ ദൈവവചനത്തിനും തുല്യ പ്രാധാന്യതയുണ്ട്. ഹല്ലേലൂയ. തുല്യ പ്രാധാന്യമാണ് സഭ കർത്താവിന്റെ വചനത്തിനും തരുന്നത്. പരിശുദ്ധ കുർബാനയെ പോലെ തന്നെ തുല്യ പ്രാധാന്യമാണ്. ബ്രേക്കിംഗ് ദ ബ്രെഡ്, ബ്രേക്കിംഗ് ദ വേർഡ് ഓഫ് ഗോഡ്. അപ്പം മുറിക്കലും ദൈവവചനം മുറിക്കപ്പെടും. ഇത് രണ്ടും പരിശുദ്ധ കുർബാനയിൽ സംഭവിക്കുന്നു. നമ്മളത് ദിനംതോറും അനുഭവിക്കുന്നവരാണ്. അവന്റെ വചനം ശ്രവിച്ചവർ മാമോദീസ സ്വീകരിച്ചു. അവർ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു. അവർ സഭയിലേക്ക് ചേർക്കപ്പെട്ടു. മാനസാന്തരമുണ്ടായി, ആത്മപകർച്ചയുണ്ടായി. സഹോദരങ്ങൾ, ഇതെല്ലാം എപ്പോഴാണ് സംഭവിച്ചേ? ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഇപ്പോൾ ഈ ശുശ്രൂഷയിലൂടെ 10,000 ജനലക്ഷങ്ങളാണ് പരിശുദ്ധ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഇപ്പോൾ നമ്മിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ശക്തമായ ആത്മാവിന്റെ പ്രവർത്തനമാണ്.
അനേകർ വചനത്തിന് ശക്തി അനുഭവിക്കുകയാണ്. അനേകർ വചനാഭിഷേകത്താൽ ദൈവത്തിന് റൂഹ മുദ്ര ചെയ്യുകയാണ്. യെസ്, ശമത്തായുടെ സുവിശേഷത്തിൽ 28 അധ്യായം 19-20 വചനങ്ങളിൽ നമ്മുടെ കർത്താവ് പഠിപ്പിച്ചു, ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ, എല്ലാ ജനതകളോടും എൻ്റെ വചനം അറിയിക്കുവിൻ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ, യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. തന്റെ സഭയ്ക്ക് കർത്താവ് കൊടുത്തിരിക്കുന്ന വാഗ്ദാനമാണിത്. ആരെല്ലാം കർത്താവിനെ സ്നേഹിക്കുന്നുവോ അവർക്കുള്ള പ്രോമിസാണിത്. കാലത്തിന്റെ അവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. നിങ്ങൾ ദൈവവചനത്തിന് സാക്ഷ്യം നൽകുക, എല്ലാ ജനതകളോടും നിങ്ങൾ വചനം അറിയിക്കുക. വചനം ശ്രവിക്കുമ്പോഴാണ് വിശ്വാസം വർദ്ധിക്കുന്നത്. വചനം ശ്രവിക്കുമ്പോഴാണ് കർത്താവിനെ കണ്ടുമുട്ടുന്നത്. വചനം ശ്രവിക്കുമ്പോഴാണ് അനുതാപം ഉണ്ടാകുന്നത്, മാനസാന്തര കൃപ വരുന്നത്. വചനം ശ്രവിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. അവിടെയാണ് ഡെലിവറൻസ് ഉണ്ടാകുന്നത്, ശുദ്ധീകരണം ഉണ്ടാകുന്നത്. വിശ്വസിച്ച് ആമേൻ പറഞ്ഞേ. ഓ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു പരിശുദ്ധാത്മാവേ. ഒരു മനസ്സോടെ സ്തുതിക്കുന്നു. വചനാഭിഷേകം, വചനാഭിഷേകം, വചനാഭിഷേകം ഇപ്പോൾ 10,000-ങ്ങൾക്ക് പകർന്നു കൊടുക്കണമേ, പകർന്നു കൊടുക്കണമേ. വചനത്തോടുള്ള സ്നേഹം, വചനത്തോടുള്ള തുറവി 1000-ങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു പരിശുദ്ധാത്മാവേ, സ്തുതിക്കുന്നു പരിശുദ്ധാത്മാവേ, സ്തുതിക്കുന്നു പരിശുദ്ധാത്മാവേ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം സഹോദരങ്ങളെ, അവർ മാമോദീസ സ്വീകരിച്ചു. അവിടെ വലിയ ഉണർവുണ്ടായി. നവീകരണത്തിന്റെ ശക്തമായ കാറ്റ് ജെറുസലേമിലെ സഭയിൽ, ആദിമ സഭയിൽ ആഞ്ഞു വീശി. ഇതിന്റെ റിസൾട്ട് എന്താണ്? അപ്പോസ്തല പ്രവർത്തനം 2:42 നിങ്ങൾ ഉച്ചത്തിൽ വായിച്ച്. അപ്പോസ്തല പ്രവർത്തനം 2:42. അവരെന്ത് ചെയ്തു? ഈ ജനത്തിനുണ്ടായ മാറ്റം എന്താ? ഉണർവിന്റെ തീ അവരിൽ പിടിച്ചപ്പോൾ, ഉണർവിന്റെ കാറ്റ് ദൈവജനത്തിന് മേൽ വീശി അടിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അവർ അപ്പോസ്തലന്മാരുടെ പ്രബോധനം, എന്താ പറയുന്നത്? അപ്പോസ്തലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവം പങ്കുചേർന്നു. അതിന്റെ ആദ്യ ഭാഗത്ത് എന്താണ് ആത്മ പറഞ്ഞിരിക്കുന്നത്? അപ്പോസ്തലന്മാരുടെ പ്രബോധനം. അതെന്താണ്? ദൈവവചനത്തിന്റെ നിർമ്മലമായ പ്രഘോഷണമാണ്. കർത്താവിന്റെ ശ്രീഹന്മാരുടെ പ്രബോധനം, ദൈവവചന പ്രഘോഷണത്തിലേക്ക് ജനം കടന്നു വരിക. സഹോദരങ്ങളെ, എവിടെയെല്ലാം ആത്മാവിന്റെ റിവൈവൽ ഉണ്ടാകുന്നുവോ അവിടെ ജനം ദൈവവചനത്തിലേക്ക് മടങ്ങി വരുന്നു, ദൈവവചനത്തിലേക്ക് മടങ്ങി വരുന്നു. ഒന്നാമതായി അവിടെ സംഭവിക്കുന്നത് എന്താണ്? ഉണർവിന്റെ ഫലങ്ങൾ, റിസൾട്ട്സ് ഓഫ് റിവൈവൽ. പരിശുദ്ധാത്മാവിന്റെ സഭയ്ക്ക് നൽകുന്ന ഉണർവിൽ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട റിസൾട്ട്, ഫലം എന്താ സഹോദരങ്ങളെ? ദൈവവചനത്തിലേക്കുള്ള ദൈവജനത്തിന്റെ മടങ്ങി വരവ്. അതിൽ സംഭവിക്കുന്ന ഒന്നാമത്തെ കാര്യം എന്താ? ദൈവവചനത്തോടുള്ള അതിയായ സ്നേഹം. ഒരു വ്യക്തിയിൽ ദൈവകൃപ പരിവർത്തിക്കുന്നു എന്നതിൻ്റെ ഒരു വലിയ തെളിവ് എന്താണെന്നറിയോ? ആ വ്യക്തിക്ക് കർത്താവിൻ്റെ വചനത്തോടുള്ള അതിയായ സ്നേഹമാണ്. അടങ്ങാത്തൊരു ദാഹം, വചനം ഭക്ഷിക്കുവാൻ, വചനം അനുഭവിക്കുവാൻ, വചനത്തിൽ ജീവിക്കുവാൻ, ദൈവവചനത്തിൽ വിശ്രമിക്കുവാൻ, ദിനംതോറും വചനം 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 വചനത്തിന്റെ തീയായി മാറുവാനുള്ള അടങ്ങാത്തൊരു ദാഹം ഒരു വ്യക്തിയിൽ ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോ, ആ വ്യക്തിയിൽ പരിശുദ്ധാത്മാവുണ്ട്, ആ വ്യക്തിയിൽ കൃപ പ്രവർത്തിക്കുന്നുണ്ട്. ആത്മാവുള്ളവർക്ക് ഇത് ലഭിക്കും സഹോദരങ്ങളെ. ലോക മനുഷ്യന് ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. ലൗകിക മനുഷ്യന് ദൈവത്തിൻ്റെ ദാനങ്ങൾ തിരിച്ചറിയാൻ പറ്റില്ല സഹോദരങ്ങളെ. അതിന് പരിശുദ്ധാത്മാവ് വേണം, ആത്മാവിൻ്റെ ജ്ഞാനം വേണം, അതിന് കൃപ വേണം, കൃപ വേണം. കൃപ ലഭിച്ചവർക്കല്ലാതെ ഈ രഹസ്യം മനസ്സിലാവുകയില്ല. വിശ്വസിച്ച് ആമേൻ പറഞ്ഞേ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ സ്നേഹിക്കുന്നു. പരിശുദ്ധ വചനമേ, ഞങ്ങളെ സ്നേഹിക്കുന്നു, 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 സ്നേഹിക്കുന്നു. വചനത്തോടുള്ള അതിയായ സ്നേഹം. ജെറമിയ പ്രവചനത്തിൽ പ്രവാചകൻ പറയുന്നു, 15-ാം അധ്യായം 16-ാം വചനം, ജെറമിയ 15:16, അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു.
വചനം കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു. ഒരു നിമിഷം നിങ്ങൾ ഇങ്ങോട്ട് നോക്കി. നിങ്ങൾ പ്രാർത്ഥനയോടെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ സഹോദരങ്ങളെ, ആ വചനത്തിലുള്ള മർമ്മങ്ങൾ കണ്ടെത്തുവാൻ ആത്മാവ് നമ്മളെ സഹായിക്കും. അപ്പോൾ നമുക്കുണ്ടാകുന്നൊരു ആനന്ദമുണ്ട്. ദൈവവചനത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ആത്മീയ മർമ്മങ്ങൾ, ആത്മീയ പൊരുളുകൾ, ദൈവവചനത്തിൻ്റെ മനസ്സ്, അത് നമ്മൾ അനുഭവിക്കുവാൻ, അറിയുവാൻ പരിശുദ്ധാത്മാവ് ഇടവരുത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ആനന്ദമുണ്ട്. ആ ആനന്ദത്തെ മറികടക്കുവാൻ ഈ ലോകത്തിൻ്റെ ഒരു സുഖത്തിനും സാധ്യമല്ല. ഈ ലോകം തരുന്നൊരു നൈമിഷികമായ സന്തോഷങ്ങൾക്കും സുഖത്തിനും ദൈവവചനത്തെ കണ്ടുമുട്ടുന്നൊരു വ്യക്തിയിൽ ഉണ്ടാകുന്ന ആനന്ദത്തെ മറികടക്കാൻ സാധിക്കില്ല സഹോദരങ്ങളെ. അത്രമാത്രം ജീവനുള്ള അനുഭവമാണ്. വചനം കണ്ടെത്തണം, വചനം അനുഭവിക്കണം, വചനം ഭക്ഷിക്കണം, വചനത്തെ സ്നേഹിക്കണം. ഇതാണ് റിവൈവലിൽ സംഭവിക്കുന്നത്. നവീകരണങ്ങൾ വെളിപ്പെടും. നവീകരണം ഉണ്ടാകുമ്പോൾ ഇതാ സംഭവിക്കണം സഹോദരങ്ങളെ. സഭയുടെ ചരിത്രം നമ്മളെടുത്ത് നോക്കിക്കോ. ഉണർവിൻ്റെ കാറ്റ് സഭാ ചരിത്രത്തിൽ എവിടെയെല്ലാം എപ്പോഴൊക്കെ വീശി അടിച്ചോ അപ്പോഴെല്ലാം ജനം ദൈവവചനത്താൽ നവീകരിക്കപ്പെട്ടു, ദൈവവചനത്താൽ ഉണർത്തപ്പെട്ടു. വചനത്തോട് അടങ്ങാത്തൊരു ദാഹം ജനത്തിൽ വർദ്ധിച്ചു വരുന്നതായി കാണുവാൻ പറ്റും. ഇത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ്. ഞാൻ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ അവ ഭക്ഷിച്ചു. വചനം ഭക്ഷിക്കണം സഹോദരങ്ങളെ. നിങ്ങൾ ശ്രദ്ധിച്ച്, എല്ലാ ദിവസത്തിൽ പല പ്രാവശ്യം വചനം ഭക്ഷിക്കണം. ആർത്തിയോടെ ഭക്ഷിക്കണം, സ്നേഹത്തോടെ ഭക്ഷിക്കണം. വചനം ഭക്ഷിച്ച് ഇതിന് നേരെ കാല സമയം നോക്കണ്ട. നമ്മുടെ കൈകളിൽ എപ്പോഴും ഒരു വേദപുസ്തകം ഉണ്ടാവണം. പരിശുദ്ധ ബൈബിൾ വേണം. നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ, ജോലി ചെയ്യുമ്പോൾ, ഓഫീസിലായിരിക്കുമ്പോൾ, വീട്ടിലായിരിക്കുമ്പോൾ, പഠിക്കുമ്പോൾ, എവിടെയായിരുന്നാലും കുറച്ച് കഴിയുമ്പോൾ വചനം വായിക്കുക, വീണ്ടും വചനം വായിക്കുക. അരമണിക്കൂർ, 1 മണിക്കൂർ, 2 മണിക്കൂർ. നമുക്ക് ആ ഗ്യാപ്പ് അനുസരിച്ച് വചനം ഭക്ഷിച്ചുകൊണ്ടിരിക്കുക. പ്രവാചകൻ പറയാണ്, ഞാൻ അവ ഭക്ഷിച്ചു, അവ എൻ്റെ ജീവിതത്തിന് ആനന്ദ അമൃതമായി, എൻ്റെ ഹൃദയത്തിന് സന്തോഷവും. എനിക്കത് ആനന്ദ അമൃതമായി, എൻ്റെ ഹൃദയത്തിന് സന്തോഷമായി. അതുകൊണ്ടാണ് പത്രോസ്ലീഹ സഭയെ പഠിപ്പിക്കുന്നത്. ഫസ്റ്റ് പീറ്റർ, പത്രോസ്ലീഹ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 2-ാം വചനത്തിൽ എന്താണ് പരിശുദ്ധ വചനം നമ്മോട് പറയുന്നത്? രക്ഷയിലേക്ക് വളർന്നു വരേണ്ടതിന് നിങ്ങൾ പരിശുദ്ധവും ആത്മീയവുമായ പാലിനു വേണ്ടി ഇളം പൈതങ്ങളെ പോലെ ദാഹിക്കുവീൻ. സഹോദരങ്ങളെ, ഈ വചനം എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? ഈ വചനം നമുക്ക് തരുന്ന മെസ്സേജ് എന്താണ്? രക്ഷയിലേക്ക് വളർന്നു വരേണ്ടത്. നമ്മുടെ രക്ഷ ആരാ? കർത്താവായ യേശുവാണ്. ഓരോ ദിവസവും ദിനംതോറും കർത്താവിൻ്റെ രക്ഷയിൽ ഞാനും നിങ്ങളും വളരുവാൻ നമ്മെ പ്രാപ്തമാക്കുന്നത് കർത്താവിൻ്റെ വചനമാണ്. വേർഡ് ഓഫ് ഗോഡ്, പരിശുദ്ധ വചനമാണ്. ഇളം പൈതങ്ങളെ പോലെ ഈ ആത്മീയ പാലിനു വേണ്ടി ദാഹിക്കുവാൻ തിരുവചനത്തിലൂടെ ആത്മാവ് നമ്മുടെ ആവശ്യം. ദാഹിക്കണം സഹോദരങ്ങളെ. കൊച്ചു കുഞ്ഞുങ്ങൾ അമ്മിഞ്ഞ പാലിനു വേണ്ടി ദാഹിച്ച് അവർ കരയുന്നത് പോലെ എല്ലാ ദിവസത്തിൽ പല പ്രാവശ്യവും കർത്താവിൻ്റെ നിർമ്മലമായ വചനത്തിനു വേണ്ടിയുള്ള ദാഹം. രക്ഷയിൽ വളരുവാൻ, വചനത്തിൽ വളരുവാൻ, വചനത്തെ അനുഭവിക്കുവാൻ, വചനത്തെ കണ്ടുമുട്ടുവാൻ ഞാനും നിങ്ങളും ദാഹിക്കണം. സഹോദരങ്ങളെ, ആഗ്രഹിക്കണം, ആത്മാർത്ഥമായി ആഗ്രഹിക്കണം. നമ്മൾ പാടുന്നില്ലേ, നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആനന്ദിക്കും, കൂരിരുളിൻ താഴ്വരയിൽ ദീപമതായി നിൻമൊഴികൾ. ഇളം പൈതങ്ങളെ പോലെ കർത്താവിന്റെ വചനത്തിനു വേണ്ടി ദാഹിക്കുവിൻ. സഹോദരങ്ങളെ, സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് തിരുസഭയോടുള്ള നമ്മുടെ സ്നേഹം അറിയിക്കുക, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ.
സഭയെ സ്നേഹിക്കുവാനുള്ള നിങ്ങൾ തീരുമാനം, എല്ലാവരും 100 കണക്കിന് എൻ്റെ സഹോദരി സഹോദരങ്ങളെ നിങ്ങൾ തീരുമാനം അറിയിക്കണം. ഒന്നും നഷ്ടപ്പെടില്ല. മുഴുവൻ ലാഭങ്ങളും കൃപകളുമാക്കി കർത്താവ് മാറ്റും. സഭയെ സ്നേഹിക്കുന്ന ഒരു ആത്മാവിനെ പോലും കർത്താവ് അവർക്ക് വേണ്ടതെല്ലാം നൽകും. സഹോദരങ്ങളെ, കർത്താവിൻ്റെ ഹൃദയത്തെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന പ്രാർത്ഥന തൻ്റെ സഭയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. എനിക്ക് ഉറപ്പുണ്ട് 10,000 ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്. 1,000 പേര് 2,000 പേര് മുന്നോട്ട് വന്ന് ഐ ആം റെഡി ലോർഡ്, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് നിങ്ങളൊരു സമർപ്പണം നടത്തുക. സഹോദരങ്ങളെ, ആ നമ്പറിലേക്ക് നിങ്ങളുടെ പേരുകൾ നിങ്ങൾ അയയ്ക്കുക, നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യുക. ഇന്ന് രാത്രിയിലും നാളെയൊക്കെ ആയിട്ട് നിങ്ങളത് ചെയ്യണം. ഈ ശുശ്രൂഷ തീരുമ്പോഴേക്കും 1000 സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സൈന്യമായി സഭയിൽ ഉണരണം. അത് വലിയ മാറ്റങ്ങൾ സഭയിൽ കൊണ്ടുവരും. പരിശുദ്ധാത്മാവ് ഈ നാളുകളിൽ തൻ്റെ സഭയിൽ ശക്തിയോടെ പ്രവർത്തിക്കും. തൻ്റെ സഭയെ നവീകരിക്കും, തൻ്റെ സഭയെ ഉണർത്തും. 81 സങ്കീർത്തനം 10 വചനത്തിൽ വീണ്ടും പരിശുദ്ധ വചനം പറയുന്നുണ്ട്, നീ വാ തുറക്കുക, ഞാൻ നിനക്ക് ഭക്ഷിക്കാൻ തരാം. വാ തുറക്കുക, ഞാൻ നിനക്ക് ഭക്ഷിക്കാൻ തരാം. കർത്താവിൻ്റെ വചനത്തിന് വേണ്ടിയുള്ളൊരു ദാഹം. നമ്മൾ ദാഹിച്ചാൽ മതി, ഹൃദയം തുറന്നാൽ മതി. ആവശ്യമായ വചനങ്ങൾ പരിശുദ്ധാത്മാവ് തരും. എത്രയോ അനുഭവങ്ങൾ പങ്കുവെക്കാനുണ്ട് സഹോദരങ്ങൾ. നമ്മുടെ മക്കൾക്ക് വേണ്ട വചനങ്ങൾ, ഈ തലമുറയ്ക്ക് വേണ്ട വചനങ്ങൾ, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യത്തിനും ആവശ്യമായ വചനങ്ങൾ പരിശുദ്ധാത്മാവ് നൽകും. നമ്മൾ ഹൃദയം തുറന്ന് ആഗ്രഹിച്ചാൽ മതി, ആത്മാർത്ഥമായി ഒന്ന് ദാഹിച്ചാൽ മതി. ഞാൻ നിനക്ക് ഭക്ഷിക്കാൻ തരാം, എൻ്റെ വചനം ഞാൻ തരാം, എൻ്റെ വചനം ഞാൻ തരാം. വീണ്ടും 119 സങ്കീർത്തനം 47. ഉണർവിൻ്റെ ഫലങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് വചനത്തോടുള്ള അതിയായ സ്നേഹം, വചനത്തിലേക്കുള്ള മടങ്ങിവരവ്. അങ്ങയുടെ പ്രമാണങ്ങളിൽ ഞാൻ ആനന്ദം കണ്ടെത്തുന്നു, ഞാൻ അവയെ അത്യധികം സ്നേഹിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വചനത്തെ ഞാൻ മറ്റെന്തിനേക്കാളും അധികമായി സ്നേഹിക്കുന്നു, അത്യധികം സ്നേഹിക്കുന്നു. ലവ് യു ലോർഡ്. ദൈവത്തിൻ്റെ വചനം എൻ്റെ ചങ്കാണ്, വചനം എൻ്റെ ജീവനാണ്. ദൈവത്തിന്റെ വചനം എൻ്റെ എല്ലാമാണ്, എൻ്റെ പ്രത്യാശയാണ്. സഹോദരങ്ങൾ, എത്ര മനോഹരമായ തിരുവചനമാണിത്. അത്യധികമായി, മറ്റെന്തിനേക്കാളും അധികമായി ഞാൻ ദൈവവചനത്തെ സ്നേഹിക്കുന്നു. ഇതാണ് ഉണർവിൻ്റെ ഫലം. പരിശുദ്ധാത്മ പ്രവർത്തിക്കുമ്പോൾ സംഭവിക്കുന്ന മാറ്റങ്ങൾ ഇതാണ്. പരിശുദ്ധാത്മാവ് ഇടപെടുമ്പോൾ സംഭവിക്കുന്ന ഫലങ്ങൾ ഇതാണ്. ദൈവവചനത്തിലേക്കുള്ള മടങ്ങി വരവ്, വചനത്തോടുള്ള അതിയായ സ്നേഹം, വചനത്തോടുള്ള ഹൃദയ തുറവി. വീണ്ടും പരിശുദ്ധ വചനം പറയുന്നു, 119 സങ്കീർത്തനം 36 വചനം. ആ വചനം ഒന്ന് ശ്രദ്ധാപൂർവം വായിച്ച്, ധനലാഭത്തിലേക്കല്ല അങ്ങയുടെ കൽപ്പനകളിലേക്ക് എന്റെ ഹൃദയത്തെ തിരിക്കണമേ. ഈ ലോകത്തിന്റെ നൈമിഷികമായ സന്തോഷങ്ങളിലേക്കല്ല, ലോകം തരുന്ന അക്ഷരമായ നേട്ടങ്ങളിലേക്കല്ല, ഈ ലോകത്തിന്റെ ധനങ്ങളിലേക്കല്ല കർത്താവേ, അങ്ങയുടെ വചനത്തിലേക്ക് എൻ്റെ ഹൃദയത്തെ തിരിക്കണമേ. അങ്ങയുടെ വചനത്തെ സ്നേഹിക്കാൻ കൃപ തരണമേ. സഹോദരങ്ങളെ, മറ്റ് എന്തിനേക്കാളും വിലപ്പെട്ടതായി നിങ്ങൾ കർത്താവിൻ്റെ വചനത്തെ കാണുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഒരു മുട്ടുപാടും വരുത്തുവാൻ കർത്താവ് അനുവദിക്കുക. ഈ വചനം നിങ്ങളെ ആദരിക്കും, ഈ വചനം നിങ്ങളെ ഉയർത്തും, ഈ വചനം നിങ്ങളെ അനുഗ്രഹിക്കും, ഈ വചനം നിങ്ങൾക്ക് വേണ്ടതെല്ലാം തക്ക സമയത്ത് കൂട്ടിച്ചേർത്ത് തരും. സ്തുതിക്കുന്നു. കരമുയർത്തി വിളിച്ച് പരിശുദ്ധാത്മാവേ, ആഗ്രഹത്തോടെ വിളിച്ച് പ്രാർത്ഥിച്ച ആത്മാവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം നിർമ്മലമായ വചനം, പരിശുദ്ധമായ വചനം 10,000ങ്ങളിലേക്ക് ഒഴുകട്ടെ. വചന നദിയായി, വചനാഭിഷേകമായി, വചനക്കാറ്റായി പരിശുദ്ധാത്മാവ് വ്യാപരിക്കട്ടെ. ഒരു നിമിഷം എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കരം പിടിച്ച് അല്പസമയം കർത്താവിനെ സ്തുതിച്ച് ശക്തിയോടെ സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനത്തോടുള്ള അതിയായ സ്നേഹം, അടങ്ങാത്തൊരു ദാഹം,
വചനത്തോടുള്ള കൊതി, വചനത്തോടുള്ള ഹൃദയ തുറവി പരിശുദ്ധാത്മാവെ ഞങ്ങൾക്ക് നൽകണമേ. കുടുംബങ്ങൾക്ക് നൽകണമേ, വൈദികർക്ക് നൽകണമേ, സമർപ്പിതർക്ക് നൽകണമേ, ആത്മായ പ്രേക്ഷിതർക്ക്, ദമ്പതിമാർക്ക് പരിശുദ്ധാത്മാവെ നൽകണമേ. ആഗ്രഹിച്ച് കരമുയർത്തി ഒറ്റ വിളി, ആത്മാവേ. സ്തുതിക്കുന്നു പരിശുദ്ധാത്മാവേ, ഉണർവിൻ നായകനെ. കർത്താവേ, സഭയെ ശക്തിപ്പെടുത്തണമേ, അനേകായിരങ്ങൾ ഉണർത്തണമേ, വചനത്തിന് അനുഭവം കൊടുക്കണമേ, വചന ശക്തി കൊടുക്കണമേ, വചനത്തെ കണ്ടെത്തുവാൻ സഹായിക്കണമേ. കരങ്ങൾ അടിച്ചു പാടുന്നു. ആമേൻ, ആമേൻ. പരിശുദ്ധാത്മാവേ, ഉണർവിൻ നായകനെ, അളവ് കൂടാതെ കൃപകൾ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ, അനേകം കുടുംബങ്ങളിലേക്ക് ശക്തി ഇറങ്ങട്ടെ, അനേകം ദേശങ്ങളിലേക്ക് വചനത്തിന്റെ തീ പടരട്ടെ, വചനത്തിന്റെ കാറ്റ്. പരിശുദ്ധാത്മാവേ, ഉണർവിൻ നായകനെ, അളവ് കൂടാതെ കൃപകൾ ചൊരിയണമേ, അളവ് കൂടാതെ കൃപകൾ ചൊരിയണമേ. അളവ് കൂടാതെ വചനത്തിന്റെ കൃപകൾ ചൊരിയണമേ, വചനാഭിഷേകം പകരണമേ, വചനശക്തി വ്യാപരിക്കട്ടെ, വചനത്തിന് മുദ്രയാ ജനം വിശുദ്ധീകരിക്കപ്പെടട്ടെ. സന്തോഷത്തോടെ ആമേൻ പറഞ്ഞേ. എല്ലാവരും ശാന്തമായിട്ടിരുന്നേ. എന്റെ അപ്പോസ്തല പ്രവർത്തനം 10:24 വരിക. അവിടെ വചനത്തോടുള്ള വലിയ സ്നേഹം കാണാൻ പറ്റും. കേസറിയായിലാണ് കൊർന്നേലിയോസിന്റെ വീട്ടിൽ തന്റെ ബന്ധുക്കളെയും അടുത്ത സുഹൃത്തുക്കളെയും വിളിച്ചു കൂട്ടി പത്രോസിയുടെ വരവ് പ്രതീക്ഷിച്ചിരിക്കുക. ദൈവത്തിന്റെ വചനം കേൾക്കാൻ കണ്ടു, വചനം കേൾക്കാനുള്ള ദാഹം കണ്ടു, വചനം ശ്രവിക്കാനുള്ള ആ ആഗ്രഹം കണ്ടു, അവരുടെ തേസ്റ്റ്, വചനത്തോടുള്ള വിശപ്പ്. ഇതാണ് പരിശുദ്ധാത്മ തരുന്നത്. റിവൈവലിൽ ആത്മാവ് നൽകുന്ന ഉണർവുകളിൽ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട റിസൾട്ടാണ് വചനത്തോടുള്ള സ്നേഹം. വീണ്ടും 27-ാമത്തെ വചനം നിങ്ങൾ വായിച്ചേ, 10:27. അവനോട് സംസാരിച്ചുകൊണ്ട് പത്രോസ് അകത്ത് പ്രവേശിച്ചപ്പോൾ വളരെ പേർ അവിടെ കൂടിയിരിക്കുന്നത് കണ്ടു. അവര് നാട്ടുവിശേഷം പറയാനല്ല, ലോകവർത്തമാനം പറഞ്ഞ് ഉല്ലസിക്കാനല്ല, ദൈവത്തിന്റെ വചനം കേൾക്കാൻ, ജീവനുള്ള വചനം ശ്രമിക്കുവാൻ വളരെ പേർ ആ വീട്ടിൽ ഒരുമിച്ച് കൂടിയിരിക്കുക. വചനത്തോടുള്ള കൊതി, വചനത്തോടുള്ള തുറവി, വചനത്തോടുള്ള അതിയായ സ്നേഹം സഹോദരങ്ങളെ ഈ നാളുകളിൽ നമ്മുടെ ജീവിതങ്ങളിൽ വർദ്ധിക്കട്ടെ, വർദ്ധിക്കട്ടെ, വർദ്ധിക്കട്ടെ. ഉണർവിൽ സംഭവിക്കുന്ന ഒരു പ്രധാന റിസൾട്ട് അതാണ് വചനത്തിലേക്കുള്ള മടങ്ങിവരവ്. അതിലൂടെ വചനത്തോടുള്ള അതിയായ സ്നേഹം. രണ്ടാമത്തെ ഒരു കാര്യം എന്താണ് സഹോദരങ്ങളെ? ദൈവവചനത്തിന്റെ ശക്തി അനുഭവിക്കുകയാണ്. ഇത് വെറും ഒരു കഥാപുസ്തകമല്ല. ഇങ്ങോട്ട് നോക്കി നിങ്ങൾ, ഇത് വെറും ഒരു കഥാപുസ്തകമല്ല പ്രിയപ്പെട്ടവരെ, ഇത് മുഴുവൻ ദൈവശക്തിയാണ്. ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ ശക്തിയാണ്. പവർ ഓഫ് ഗാഡ്, പവർ ഓഫ് ഗാഡ്. ഇത് മുഴുവൻ ദൈവശക്തിയെ നീ വചനം ഭക്ഷിക്കുമ്പോൾ നീ ശക്തി അനുഭവിക്കുക, നീ ശക്തിയിൽ നിറയപ്പെടുകയാണ്. പവർ ഓഫ് ഗോഡ്, പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് നിന്റെ ജീവിതത്തെ നിറയ്ക്കുകയാണ്. നിന്റെ കെട്ടുപൊട്ടും, നിന്റെ ബന്ധനം മാറും, നെഗറ്റിവിറ്റി മാറും, ബുദ്ധിയിൽ അന്ധകാരം മാറും, നിന്റെ ജീവിതത്തിന് ദിശാബോധം ഉണ്ടാകും, പ്രവാചക ദർശനം ഉണ്ടാകും, അവിടെ ഹീലിംഗ് ഉണ്ടാകും, ശുദ്ധീകരണം ഉണ്ടാകും, അത്ഭുതങ്ങൾ സംഭവിക്കും. ആത്മാവേ, കൃപ തരണേ, കൃപ തരണേ, കൃപ തരണേ, കൃപ തരണേ, കൃപ തരണേ, കൃപ തരണേ. ദൈവവചനത്തിന്റെ ശക്തി അനുഭവിക്കുന്നു. അപ്പോസ്തല പ്രവർത്തനം 19:20 ഒരിക്കൽ കൂടെ വചനം വായിച്ച്. അപ്പോസ്തല പ്രവർത്തനം 19:20 വായിച്ച്. എന്താ പറയുന്നത്? അങ്ങനെ കർത്താവിന്റെ വചനം വിപുലമായി പ്രചരിക്കുകയും അതിന്റെ ശക്തി വെളിപ്പെടുകയും ചെയ്തു. ദൈവവചനത്തിന്റെ ശക്തി വെളിപ്പെട്ടു. ദൈവവചനത്തിന്റെ ശക്തി അത് പരിശുദ്ധാത്മ ശക്തിയാ.
വചനം പരിശുദ്ധാത്മാവാണ്, വചനം യേശുവാണ്, വചനത്തിന്റെ ആത്മാവ് ഹോളി സ്പിരിറ്റ് ആണ്. വചനശക്തി എന്ന് പറയുമ്പോൾ അത് ആത്മാവിന്റെ ശക്തിയാണ്. ഹോളി സ്പിരിറ്റിന്റെ പവർ വെളിപ്പെട്ടു. വചനം മുറിക്കപ്പെടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ദൈവത്തിന്റെ വചനം മുറിക്കപ്പെടുന്നിടത്ത് പരിശുദ്ധാത്മ ശക്തിയുടെ മാനിഫെസ്റ്റേഷൻ ഉണ്ടാകും. അപ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്, രോഗശാന്തികൾ ഉണ്ടാകുന്നത്, ഡെലിവറൻസുകൾ ഉണ്ടാകുന്നത്, മാനസാന്തരം ഉണ്ടാകുന്നത്, പൈശാചിക അടിസ്ഥാനങ്ങൾ പൊട്ടുന്നത്, ശാപബന്ധനങ്ങൾ തകർന്നു വീഴുന്നത്, തലമുറകൾ സ്വതന്ത്രമാക്കപ്പെടുന്നു, കുടുംബങ്ങൾ ശുദ്ധീകരിക്കപ്പെടുന്നു, അനുഗ്രഹത്തിന്റെ കൃപ കടന്നു വരുന്നു. ഇതൊക്കെ വചനം മുറിക്കപ്പെടുമ്പോഴാ. വചനം മുറിക്കപ്പെടുന്നിടത്ത് പരിശുദ്ധാത്മ ശക്തി വ്യാപരിക്കും. സംശയമുണ്ടോ നിങ്ങൾക്ക്? അപ്പോസ്തല പ്രവർത്തനം 8-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വചനങ്ങൾ ശ്രദ്ധാപൂർവം ഒന്ന് ഉച്ചത്തിൽ വായിച്ച്. ഫിലിപ്പോസിന്റെ സുവിശേഷ പ്രസംഗം, ആ സുവിശേഷ പ്രസംഗം കേൾക്കുകയും അവൻ പ്രവർത്തിച്ച അടയാളങ്ങൾ കാണുകയും ചെയ്ത ജനക്കൂട്ടം അവൻ പറഞ്ഞ കാര്യങ്ങൾ ഏക മനസ്സോടെ ശ്രദ്ധിച്ചു. ജനം ദൈവവചനത്തിന്റെ ശക്തി അനുഭവിക്കുകയാ. വചനത്തിന്റെ ശക്തി അനുഭവിക്കുകയാ. ദൈവത്തിന്റെ ജനം വചനത്തിന്റെ ജനമാണ്. ആദിമസഭ ദൈവവചനത്തിന്റെ സഭയായിരുന്നു. ഈ കാലഘട്ടത്തിലെ സഭാമക്കൾ വചനത്തിന്റെ ജനമാകണം. നമ്മുടെ കുടുംബങ്ങൾ വചനത്തിന്റെ കുടുംബങ്ങളാകണം. നമ്മുടെ കുഞ്ഞുങ്ങൾ വചനത്തിന്റെ മക്കളാകണം. വചനത്തിന്റെ തലമുറ, വചന തീയുള്ള അഭിഷിക്തരെ, പ്രവാചകരെ നമ്മുടെ സഭയിൽ ഉണരണം. സഹോദരങ്ങളെ, ഏക മനസ്സോടെ ദൈവത്തിന്റെ വചനം കേൾക്കുകയാ. വചനത്തിന്റെ ശക്തി അവിടെ വെളിപ്പെട്ടു. അവിടെ വചനം മുറിക്കപ്പെട്ടു, വചനം പ്രഘോഷിക്കപ്പെട്ടപ്പോൾ അവിടെ പരിശുദ്ധാത്മാവിന്റെ പവർ അവിടെ ഇറങ്ങി വരികയ ജനത്തിന്റെ മേൽ. എന്താ ഉണ്ടായത്? 7-ാമത്തെ വചനം വായിച്ച്, പെട്ടെന്ന് വചനം വായിച്ച്. എന്തെന്നാൽ അശുദ്ധാത്മാക്കൾ തങ്ങൾ ആവേശിച്ചിരുന്നവരെ വിട്ട് ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് പുറത്തുപോയി. വലിയ ഡെലിവറൻസുകൾ ഉണ്ടായി. വചനത്തിന്റെ ശക്തി വെളിപ്പെട്ടപ്പോൾ അത്ഭുതകരമായ ഡെലിവറൻസുകൾ, വിമോചനങ്ങൾ, പൈശാചിക അടിസ്ഥാനങ്ങൾ പൊട്ടി, ഇരുട്ടിന്റെ ശക്തികൾ വഴിമാറിപ്പോയി, അന്ധകാര പീഡകൾ ചിതറിപ്പോയി, സാത്താൻ കോട്ടകൾ തകർന്നു വീണു. സമരിയ വചനത്തിന്റെ ശക്തി അനുഭവിച്ചു. സമരിയ പട്ടണത്തിൽ വചനത്തിന്റെ അലയടികൾ ഉണ്ടായി. ജനം മുഴുവൻ വചനത്തിൽ നിറഞ്ഞു. കർത്താവേ, കേരള സഭയ്ക്ക് അനുഭവം വീണ്ടും തരണമേ. കേരള സഭയിൽ അഭിഷേകം ഒഴുകട്ടെ. സമരിയയിൽ അന്ന് വെളിപ്പെട്ട റിവൈവല് കർത്താവേ, ജൂബിലി വർഷത്തിൽ കേരള സഭ മുഴുവന്റെ മേലും വെളിപ്പെടട്ടെ. Holy Spirit, Holy Spirit, Holy Spirit. അശുദ്ധാത്മാക്കൾ അലറി വിളിച്ച് മനുഷ്യ ജീവിതങ്ങളിൽ നിന്ന് വിട്ടൊഴിഞ്ഞു പോയി. അടുത്ത വചനം എന്താ പറയുന്നത്? അനേകം തളർവാദ രോഗികള്, മുടന്തന്മാരും, അനേകം തളർവാദ രോഗികളും മുടന്തന്മാരും കണ്ട അത്ഭുത രോഗശാന്തികൾ, മാനുഷിക ബുദ്ധിക്ക് അതീതമായ ഹീലിംഗ്സ്, അത്ഭുത വചനത്തിന്റെ ശക്തി വെളിപ്പെടുമ്പോൾ അവിടെ മിറക്കിൾസ് ഉണ്ടാകും, ഹീലിംഗ്സ് ഉണ്ടാകും, അവിടെ റിപ്പന്റൻസ് ഉണ്ടാകും. അങ്ങനെ ആ നഗരത്തിൽ വലിയ സന്തോഷം. ഗ്രേറ്റ് ജോയ്. വചനമുള്ളിടത്ത് സന്തോഷമുണ്ട്, വചനമുള്ളിടത്ത് ആനന്ദമുണ്ട്, വചനമുള്ളിടത്ത് അഭിഷേകമുണ്ട്. സഹോദരങ്ങളെ, ദൈവവചനത്തിലേക്ക് നമ്മൾ മടങ്ങി വരാനുള്ള സമയമാണിത്. നമ്മൾ ഈ സത്യം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ജെറമിയ പ്രവചനം 23:29. ജെറമിയ പ്രവചനം 23:29. എന്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമല്ലേ. പാറയെ തകർക്കുന്ന കൂടം പോലെയുമല്ലേ. ശ്രദ്ധിക്കണം, പാറയെ തകർക്കുന്ന കൂടം പോലെയാണ് ദൈവത്തിന്റെ വചനം. എന്റെ സഹോദരങ്ങളെ, നമ്മൾ ഈ വചനത്തിന്റെ ശക്തി അനുഭവിക്കണം. നമുക്ക് പല അനുഭവങ്ങളും പറയാനുണ്ട്. വചനത്തിന് ശക്തി അനുഭവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതിശയകരമായ കൃപ നിറയാൻ തുടങ്ങും. നമ്മുടെ ജീവിതങ്ങൾക്ക് വലിയ പരിവർത്തനങ്ങൾ ഉണ്ടാകും. വചനത്തിന് ശക്തി അനുഭവിക്കുന്നവരുടെ സാന്നിധ്യം അഭിഷേകമായി മാറും.
അവിടെ പ്രസൻസിൽ പൈശാചിക പീഡകൾ വിട്ടൊഴിഞ്ഞു പോകും. അവിടെ സാന്നിധ്യം അത്ഭുതങ്ങളെ കൊണ്ടുവരും. വചനത്തിന് ശക്തി അനുഭവിക്കുന്നവർ, ആ വചന ശക്തിയിൽ ജീവിക്കുന്നവർ എവിടെയുണ്ടോ അവിടെ ആത്മാവിന്റെ മാനിഫെസ്റ്റേഷൻ. സഹോദരങ്ങളെ, അനുഭവിച്ച് ജീവിക്കണം. ഒറ്റ ജീവിതമുള്ളോ, ഒരേ ഒരു ജീവിതമുള്ളോ, അത് എങ്ങനെയെങ്കിലും ജീവിക്കാനുള്ളതല്ല. വചനത്തിന്റെ ശക്തി അനുഭവിച്ച് ജീവിക്കേ, വചനം ഭക്ഷിച്ച് ജീവിക്കേ, വചനം കണ്ടെത്തി ജീവിക്കേ, വചനത്തിൽ അങ്ങ് നമ്മൾ വിശ്രമിക്കുക, റെസ്റ്റ് ചെയ്യേ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? അവർ ഉച്ചത്തിൽ വിശ്വസിച്ച് ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. വചനമുള്ളവർ ശക്തരാണ്, വചനമുള്ളവർ ശക്തരാണ്. മസിൽ പവർ അല്ല, ആത്മശക്തി. ആത്മശക്തി, വചനശക്തി ആത്മശക്തിയാണ്. അവിടെ സ്പർശനങ്ങളിൽ ഡെലിവറൻസ് ഉണ്ടാകും, അവിടെ സ്പർശനങ്ങളിൽ ഹീലിംഗ് ഉണ്ടാകും, അവിടെ പ്രസൻസിൽ പൈശാചിക ശക്തികൾ വിട്ടൊഴിഞ്ഞു പോകും. അതാ സമരിയ പട്ടണത്തിലുണ്ടായത്. അശുദ്ധാത്മാക്കൾ തങ്ങൾ ആവേശിച്ചിരുന്നവരെ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് പുറത്തുപോയി എന്നാ പറയണേ. കാരണം വചനത്തിന്റെ ശക്തി വെളിപ്പെട്ടപ്പോൾ പിശാച് നിൽക്കാൻ പറ്റുന്നില്ല. അന്ധകാരം മാറും, വെളിച്ചം വരുമ്പോൾ പിന്നെ അന്ധകാരം തന്നെ മാറുകയാണ്. ഇതാണ് നമ്മുടെ ജീവിതത്തിലും കുടുംബങ്ങളിലൊക്കെ. നിങ്ങൾ വചനത്തിന് ശക്തി അനുഭവം, നമ്മുടെ ഉള്ളിലുള്ള അന്ധകാരങ്ങൾ മാറും, ഉള്ളിലുള്ള നെഗറ്റീവുകൾ മാറും, സംശയങ്ങൾ മാറും, ആശയക്കുഴപ്പങ്ങൾ മാറും. വചനത്തിന് പകരം ഒന്നുമില്ല സഹോദരങ്ങളെ. വചനം നിന്നെ ജ്ഞാനിയാക്കും. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹീബ്രു 4:12 ആ വാക്യം കൂടി നിങ്ങൾ ശ്രദ്ധിച്ചേക്കാം. എബ്രായ പുസ്തകം, നമുക്ക് സുപരിചിതമായ വചനം 4:12. ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധ്യബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചുകയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതാണ് ദൈവത്തിന്റെ വചനം. ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ വചനം. സഹോദരങ്ങളെ, കർത്താവേ, ഈ അനുഭവം കേരള സഭയ്ക്ക് നൽകണമേ. പരിശുദ്ധാത്മാവേ, ദൈവവചനത്തിന്റെ റിവൈവൽ വീണ്ടും സഭയിൽ ആഞ്ഞു വീശട്ടെ. സ്തുതിക്കുന്നു പരിശുദ്ധാത്മാവേ, സ്തുതിക്കുന്നു പരിശുദ്ധാത്മാവേ. മൂന്നാമത് നിങ്ങൾ ശ്രദ്ധിക്കണം, അവിടെ ഉണർവിലുണ്ടായ ദൈവവചനത്തോട് ബന്ധപ്പെട്ടുണ്ടായ മൂന്നാമത്തെ റിസൾട്ട് എന്താണെന്നറിയോ? ദൈവവചനത്തിൽ ദിനംതോറും അവർ വളരുകയാണ്. അതാണ് ഇമ്പോർട്ടൻ്റ്. ദൈവവചനത്തിൽ ദിനംതോറും അവർ വളരുന്നൊരനുഭവം, വചനത്തിൽ വളരുന്നൊരനുഭവം. ദൈവവചനത്തിലേക്ക് വേരൂന്നി വചനത്തിൽ വളരണം. ദൈവജനം വചനത്തിൻ്റെ ജനമാണ്, വചനത്തിൽ വളർച്ച പ്രാപിക്കുന്നവരാണ്. എൻ്റെ സഹോദരങ്ങൾ, അപ്പം നമ്മളിലുള്ള മാനുഷികതകൾ, നമ്മളിലുള്ള അസ്വസ്ഥതകൾ, നമ്മിലുള്ള പാപബന്ധനങ്ങൾ, നമ്മിലുള്ള പക്വതയില്ലായ്മകൾ, ഈ വക പീഡകളൊക്കെ വിട്ടൊഴിഞ്ഞു പോകും സഹോദരങ്ങളെ. ദൈവവചനത്തിൽ നിരന്തരം നമ്മൾ വളരണം. നമ്മൾ പരസ്പരം എല്ലാ ദിവസവും വചനം പങ്കുവെക്കണം, വചനം പറയണം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കുടുംബത്തിലുള്ളവർ ശ്രദ്ധിച്ചത്, നിങ്ങൾ പരിശുദ്ധാത്മാവുള്ള കുടുംബങ്ങൾ പരസ്പരം വചനമാണ് സംഭാഷണം നടത്തുന്നത്. ലോകവർത്തമാനങ്ങളല്ല, സിനിമാ കഥകളല്ല, ലോകത്തിൻ്റെ നശ്വരമായ കാര്യങ്ങളെക്കുറിച്ച് വെറുതെ സമയം കളയല്ല. അനുദിന ജീവിതത്തിൽ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പങ്കുവെക്കാം. പക്ഷെ സഹോദരങ്ങളെ, അത് നമുക്ക് ആവശ്യമാണ്. എന്നാൽ അതിനപ്പുറമായി സഹോദരന്മാര്, മാതാപിതാക്കളും മക്കള് വചനം പറയണമെന്നേ. നമ്മൾ എന്ത് വിഷയം പറഞ്ഞാലും അതിൽ വചനം വരികയാണ്, വചനത്തോട് കണക്ട് ചെയ്യാണ്. തമാശയ്ക്ക് വചനം പറയുന്നവരുണ്ട്, അത് അനുഗ്രഹമല്ല, അത് കേഴ്സാ, അത് ശാപമായിട്ട് മാറും. കർത്താവിൻ്റെ പരിശുദ്ധ വചനത്തെ നമ്മൾ തമാശയ്ക്ക് ഉപയോഗിക്കരുത്. ചുമ്മാ ജോക്ക് പറയാനല്ല വചനം ഉപയോഗിക്കുക. അങ്ങനെയുള്ളവർ ഞാൻ കണ്ടിട്ടുണ്ട്. ചുമ്മാ ഇങ്ങനെ വളിപ്പ് പറയുമ്പോൾ ഒരു വചനം കയറ്റിവിടുക, ഒരു വചനം പറയാം. സഹോദരങ്ങൾ, അത് അപകടമാണ്. കാരണം വചനം പരിശുദ്ധാത്മാവാണ്. ആത്മാവിനെ നിന്ദിക്കുന്നത് ഒരിക്കലും നമുക്ക് അനുഗ്രഹമല്ല. കൃപയുടെ ആത്മാവിനെ ആരൊക്കെ അവമാനിക്കുന്നവോ കഠിന ശിക്ഷ എന്നാണ് ഹെബ്രായ പുസ്തകത്തിൽ പരിശുദ്ധാത്മ വെളിപ്പെടുത്തുന്നത്. തമാശയ്ക്ക് വചനം ഉപയോഗിക്കരുത് കേട്ടോ.
ജോക്കിന് വേണ്ടി വചനം ഉപയോഗിക്കരുത്. നമ്മുടെ കാര്യങ്ങൾ വെറുതെ ചുമ്മാ നടന്നു കിട്ടാൻ വേണ്ടി വചനം ഉപയോഗിക്കരുത്. വചനം യേശുവാണ്, വചനം പരിശുദ്ധാത്മാവാണ്. വിശ്വസിച്ച് ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. പരസ്പരം വചനം നമ്മൾ പങ്കുവെക്കുക. ഒരു കുടുംബത്തിലുള്ള, ഒരു മിനിസ്ട്രിയിലുള്ളവർ, നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളിൽ ഒക്കെ വചനം പറയണം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വചനം പറഞ്ഞുകൊണ്ടിരിക്കുക. അത് നമ്മളെ എൻകറേജ് ചെയ്യും, അത് നമ്മളെ ശക്തീകരിക്കും, നമ്മളെ ബലപ്പെടുത്തും. എബ്രായ പുസ്തകം 3-ാം അധ്യായം എന്നെ ഒരുപാട് സ്വാധീനിച്ച മറ്റൊരു വചനമാണിത്. 3:13. എല്ലാവരും ശ്രദ്ധാപൂർവം ആത്മാർത്ഥമായി ആ വചനം ഉച്ചത്തിൽ വായിച്ച്. ഇന്ന് എന്ന് വിളിക്കപ്പെടുന്ന ദിവസങ്ങൾ ഉള്ള കാലത്തോളം എല്ലാ ദിവസവും നിങ്ങൾ പരസ്പരം ഉപദേശിക്കുവിൻ. ഇത് മാനുഷിക ഉപദേശമല്ല, ദൈവത്തിന്റെ വചനം പങ്കുവയ്ക്കാനായി പറയുന്നത്. വേർഡ് ഓഫ് ഗോഡ് ഷെയർ ചെയ്യുക, പരസ്പരം വചനം പങ്കുവെക്കുക, വചനം പറയുക. വചനം നമ്മുടെ സംഭാഷണമായി മാറണം. വചനം ചർച്ച ചെയ്യണം. അപ്പോൾ കൃപ വർദ്ധിക്കും, അഭിഷേകം വർദ്ധിക്കും, വിശുദ്ധിയിൽ ജീവിക്കാൻ, വിശ്വസ്തരായി മാറാൻ, വിശ്വാസം വർദ്ധിക്കാൻ പരിശുദ്ധാത്മാവ് ഇടവരുത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു പരിശുദ്ധാത്മാവേ, സ്തുതിക്കുന്നു. എല്ലാ ദിവസവും പരസ്പരം വചനം പങ്കുവെക്കുക. പറഞ്ഞേ, വചനം പങ്കുവെക്കുക. എപ്പോഴാണ്? എല്ലാ ദിവസവും. പരസ്പരം. പറഞ്ഞേ, പരസ്പരം. എല്ലാ ദിവസവും വചനം പങ്കുവെക്കുക, വചനം പറയുക, വചനം സംഭാഷണം നടത്തുക. വചനഭാഷണം. നിന്റെ ആധാരത്തിൽ എപ്പോഴും വചനമുണ്ടാകണം. ദൈവം ജോഷിയോട് കൽപ്പിച്ച കാര്യമാണ്. നിന്റെ അധരത്തിൽ വചനമുണ്ടാകണം. ശാപവാക്കല്ല, നിരാശയുടെ വാക്കല്ല, പിറുപിറുപ്പല്ല, മുറുമുറുപ്പല്ല, എതിർവാക്കുകളല്ല, മറുതലിപ്പല്ല, അഹങ്കാരത്തിന്റെ വാക്കല്ല, മ്ലേച്ഛ വാക്കുകളല്ല, ലൗകിക വാക്കുകളല്ല. കർത്താവിന്റെ വചനം നിന്റെ അധരത്തിൽ ഉണ്ടാകണം. നീ വചനം ഭാഷണം നടത്തണം, നീ വചനം പങ്കുവെക്കണം, വചനത്തിലൂടെ ആലോചന പകർന്നു കൊടുക്കണം. ഇതിനായി വിളിക്കപ്പെട്ടവരാണ് യുഗാന്ത സഭയിലെ ദൈവജനം. വിശ്വസിച്ച് ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ നമ്മൾ ദിവസവും ചെയ്താൽ എന്ത് സംഭവിക്കും? പിശാചിനെ നമ്മളെ കീഴ്പ്പെടുത്താൻ പറ്റില്ല. ഈ ലോകത്തിൽ എത്രമാത്രം പാപം മ്ലേച്ഛത വർദ്ധിച്ചാലും, എന്തുമാത്രം ദുഷിപ്പുകൾ പെരുകിയാലും, അത് എന്നെയും നിന്നെയും കീഴടക്കാൻ കഴിയാത്ത വിധം ദൈവത്തിന്റെ വചനം ശക്തിയോടെ നമ്മുടെ മേൽ പരിവർത്തിക്കും. സ്തുതിക്കുന്നു പരിശുദ്ധാത്മാവേ. ആമേൻ, 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 ആമേൻ. ഒരു തിന്മയ്ക്ക് നിന്നെ അടിക്കാൻ പറ്റില്ല, ഒരു അന്ധകാര ശക്തിക്ക് നിന്നെ തൊടാൻ പറ്റില്ല. നീ വചന ശക്തിയിൽ ജീവിക്കുന്നവനാ, നീ വചനം ഭക്ഷിച്ച് ജീവിക്കുന്നവളാ. നിന്റെ ജീവിതം വചനത്തിന്റെ ജീവിത, നിന്റെ കുടുംബം വചനത്തിന്റെ കുടുംബ. ആ കുടുംബത്തിൽ പരിശുദ്ധാത്മാവുണ്ട്, അവിടെ ജീവിക്കുന്ന കർത്താവുണ്ട്. ആ കുടുംബത്തിൽ രാജാവായി വാഴുന്നത് കർത്താവായ യേശുവാണ്. ജീസസ്, 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 ജീസസ്. അപ്പൊ എന്ത് സംഭവിക്കും? ആ വചനം ബാക്കി പെട്ടെന്ന് വായിച്ച് എന്താ സംഭവിക്കുന്നത്? ഇത് നിങ്ങൾ പാപത്തിന്റെ വഞ്ചനയാൽ കഠിന ഹൃദയരാകാതിരിക്കുവാനാണ്. പാപത്തിന്റെ വഞ്ചനയിൽ പെട്ടുപോകാതിരിക്കാനാ. നമുക്ക് എന്തോരം കൃപയുണ്ടെങ്കിൽ ഈ കാലഘട്ടം അത്രയും ദുഷിച്ച കാലഘട്ട സഹോദരങ്ങളെ, ഒറ്റയ്ക്കെന്ന് നമുക്ക് ഇങ്ങനെ കർത്താവിന് കൂടെ യാത്ര ചെയ്യാൻ പറ്റില്ല. ഒരു കൂട്ടായ്മ വേണം. നമുക്കൊരു കൂട്ടായ്മ വേണം. പരസ്പരം വചനം പങ്കുവെക്കണം, വചനം കൊടുക്കണം, വചനം നമ്മൾ പരസ്പരം ഷെയർ ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മൾ ഒറ്റത്തുരുത്തുകളായി പോവും. നമ്മുടെ ചിന്തകളെ പിശാച് സ്വാധീനിക്കും, അനാവശ്യ ചിന്തകൾ തരും, നിരാശ, വിഷാദം, നമുക്കൊരു ഭയം, ആകുലതകൾ, വ്യഗ്രതകൾ, ഇവ കൊണ്ട് നമ്മുടെ മനസ്സ് നിറച്ച് നമ്മൾ പിശാച് എന്ത് ചെയ്യുന്നറിയോ? ശൂന്യമാക്കും. നമ്മളെ ശൂന്യമാക്കി കളയും. നമ്മുടെ കൃപകളെല്ലാം ചോർത്തിക്കളയും. സഹോദരൻ, എത്ര പേര് അങ്ങനെ ഈ പിശാചിന്റെ ചതിയിൽപ്പെട്ട് ലോക്കായി കിടക്കുന്ന എത്ര ആത്മാക്കളുണ്ടെന്നറിയോ? വേദനയോടുകൂടി പറയാം. കൃപയിൽ ജ്വലിച്ചു നിന്ന ആത്മാക്കളാ. പക്ഷെ പലരും ഇന്ന് അവർ നിരാശിതരായി, പ്രത്യാശ പോയി. അവർ പലരും കഠിന ഹൃദയരായിട്ട് മാറി, പാപത്തിന്റെ വഞ്ചനയിൽ അകപ്പെട്ടു. കർത്താവേ, കൃപ ചെയ്യണമേ, കൃപ ചെയ്യണമേ.
ദൈവവചനത്തിൽ വളരുന്ന സമൂഹം, വചനത്തിൽ വളരുന്ന കുടുംബങ്ങൾ, വചനത്തിൽ ദിനംതോറും വളരുന്ന ജീവിതങ്ങളായി നമ്മൾ മാറണ്ടേ? അതല്ലേ പരിശുദ്ധാത്മാവിന്റെ റിവൈവൽ. അതാണ് ഉണർവ് നമുക്ക് സമ്മാനിക്കുന്നത്. ആത്മാവിൻ്റെ ഉണർവ് നമുക്ക് സമ്മാനിക്കുന്നത് ഈ റിസൾട്ടാണ്. അപ്പോസ്തല പ്രവർത്തനം 4:4 പെട്ടെന്ന് വായിച്ച്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 4:4 എന്താ വചനം പറയുന്നത്? അവരുടെ വചനം കേട്ടവരിൽ അനേകർ വിശ്വസിച്ചു. അവരുടെ സംഖ്യ 5000-ഓളം. 3000 വചനത്തിൽ വളരുമ്പോൾ സഭ വളരുകയാണ്, സമൂഹം വളരുകയാണ്. 3000 5000 മാറി. വീണ്ടും അപ്പോസ്തല പ്രവർത്തനങ്ങൾ 6:7 വായിച്ച്. 6:7 എന്താണ് വചനം പറയുന്നത്? ദൈവത്തിന്റെ വചനം പ്രചരിക്കുകയും ജെറുസലേമിലെ ശിഷ്യരുടെ എണ്ണം വളരെ വർദ്ധിക്കുകയും ചെയ്തു. പുരോഹിതന്മാരിൽ വളരെ പേരും വിശ്വാസം സ്വീകരിച്ചു. വചനം പ്രചരിച്ചപ്പോൾ, വചനത്തിൽ വളർന്നപ്പോൾ പുരോഹിതന്മാര് പോലും, യഹൂദ പുരോഹിതന്മാര് പോലും അവർ ക്രൈസ്തവ വിശ്വാസത്തിലോ അവർ യേശുവിനെ കണ്ടുമുട്ടി, ഏകരക്ഷകനായി സ്വീകരിച്ചു. അപ്പോസ്തല പ്രവർത്തനം 5:14 വായിച്ച എന്താ പറയുന്നത്? 5:14 കർത്താവിൽ വിശ്വസിച്ച പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും സംഖ്യ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. വിശ്വസിച്ച് ആമേൻ പറഞ്ഞേ. വചനത്തിലുള്ള വളർച്ച സഭയുടെ വളർച്ചയാണ്. ഒരു മിനിസ്ട്രി കർത്താവിന്റെ വചനത്തിൽ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ആ മിനിസ്ട്രി വളരുകയാണ്. പരിശുദ്ധാത്മാവ് മിനിസ്ട്രി വളർത്തുകയാണ്. ഇപ്പോൾ ഷെക്കേന മിനിസ്ട്രീസ്, ശാലോം ആകട്ടെ, ഇനി പ്രിയപ്പെട്ടവരെ മറ്റ് ധ്യാന കേന്ദ്രങ്ങൾ, അത് ഡിവൈൻ ആകട്ടെ, പോട്ടയാകട്ടെ, അട്ടപ്പാടി ആകട്ടെ, അണക്കരയാകട്ടെ, ഇനി ഡാനിയിലച്ചന് മൗണ്ട് കാർമൽ ആകട്ടെ, ഇനി മറ്റ് അനേക ധ്യാന കേന്ദ്രങ്ങൾ കേരള സഭയിലുണ്ട്. അത് ഏത് ധ്യാന കേന്ദ്രങ്ങളോ മിനിസ്ട്രികളാവട്ടെ, ദൈവവചനത്തിന്റെ നിർമ്മലമായ സത്യങ്ങളിൽ വളരുന്ന മിനിസ്ട്രികൾ, കൂട്ടായ്മകൾ, പരിശുദ്ധാത്മാവിൽ വളരുന്ന സമൂഹങ്ങളാണ്. പരിശുദ്ധാത്മാവാണ് അവരെ വളർത്തുന്നത്. പരിശുദ്ധാത്മാവാണ് അവരെ പരിപാലിക്കുന്നതും പരിപോഷിപ്പിക്കുന്നതും. അപ്പൊ ദിനംതോറും നമ്മൾ വളരേണ്ടത് സഹോദരങ്ങളെ കർത്താവിന്റെ വചനത്തിലാണ്. ഈ വചനത്തിൽ വളരുന്ന വചന അനുഭവമുള്ള ഒരു വ്യക്തിയുടെ പ്രത്യേകത എന്താണെന്നറിയോ? അപ്പോസ്തല പ്രവർത്തനം 17:11 നിങ്ങൾ ശ്രദ്ധിക്കണം. ദ ബുക്ക് ഓഫ് ആക്ട്സ്, അപ്പോസ്തല പ്രവർത്തനം 17:11. ഈ വചനത്തിന് അനുഭവമുള്ള വ്യക്തികൾ, എന്താ അവരുടെ പ്രത്യേകത? അവർ അതീവ താല്പര്യത്തോടെ വചനം സ്വീകരിച്ചു. പൗലോസ്ലിക്കാണ് സുവിശേഷം പ്രസംഗിച്ചത്. സഭ കണ്ടതിൽ ഏറ്റവും ശക്തനായ തിയോളജിയൻ പൗലോസ്ലിക പോലും സുവിശേഷം പ്രസംഗിച്ചിട്ട്, ഈ പ്രസംഗിച്ചത് ഇത് ദൈവവചനത്തിൽ അടിസ്ഥാനമുള്ള സത്യങ്ങളാണെന്ന് അറിയാൻ വേണ്ടി അവർ അനുദിനം എന്ത് ചെയ്തു എന്നാ പറയുന്നത്? അനുദിനം വിശുദ്ധ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചു. ഈ വചനത്തിൽ വളരുന്ന വ്യക്തിയുടെ പ്രത്യേകത എന്നറിയോ? ഒരു ഉപദേശം കേൾക്കുമ്പോൾ അതിന് പുറകെ പോവില്ല. ഒരു അത്ഭുതം കൊണ്ട് അതിന് പുറകെ ഓടുകയാണ്. ഒരു അടയാളം അവിടെ കണ്ടു അതിന് പുറകെ ഓടുകയാണ്. 100 ഉപദേശത്തിന് പുറകെ പോവില്ല. അവർ ആത്മാവിൽ വിവേചിക്കും. ഇത് സഭയുടെ സത്യപ്രബോധനമാണോ? ഇത് സത്യവിശ്വാസത്തോട് ചേരുന്നതാണോ? ഈ പ്രബോധനങ്ങൾ ദൈവവചനത്തിൽ അടിസ്ഥാനമിട്ടതാണോ എന്ന് പരിശോധിച്ചതിന് ശേഷമേ ആ പ്രബോധനം സ്വീകരിക്കൂ. ഇന്ന് നമുക്ക് എന്താ കാണാൻ കഴിയും സഹോദരങ്ങളെ? ഇന്ന് അനേകരെ പിശാച് ചിതറിക്കുകയാണ്. 100 ഉപദേശത്തിന് പുറകെ പരക്കം പോയ സഹോദരങ്ങളെ, കർത്താവിന്റെ നിർമ്മലമായ വചനത്തിൽ അടിസ്ഥാനമിട്ടൊരു ആത്മീയത ഈ കാലഘട്ടത്തിലെ ദൈവജനം സ്വന്തമാക്കേണ്ട സമയമാണിത്. പരിശുദ്ധാത്മാവ് സത്യവിശ്വാസത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് സത്യവചനത്തിന്റെ ആത്മാവ്. യെസ്, അവൻ സ്പിരിറ്റ് ഓഫ് ട്രൂത്ത്, സത്യത്തിന്റെ ആത്മാവാണ് ഹോളി സ്പിരിറ്റ്. അപ്പൊ ഈ വചനത്തിൽ വളരുന്ന വ്യക്തികള്, വചന അനുഭവമുള്ളവര്, വചനത്തിന്റെ ശക്തി ദിനംതോറും അനുഭവിച്ച് ജീവിക്കുന്നവർ എന്താ സംഭവിക്കുക? അവര് പരിശോധിക്കും, ഇത് വചനത്തിലുള്ളതാണോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുക? കേൾക്കുമ്പോൾ നല്ല രസം തോന്നുന്നുണ്ട്, പക്ഷെ വചനത്തിൽ അടിസ്ഥാനമുണ്ടോ? ഇത് സഭയുടെ സത്യപ്രബോധനങ്ങൾക്ക് ചേർന്നതാണോ? ഇത് സത്യവിശ്വാസത്തിൽ അടിസ്ഥാനമിട്ട പ്രബോധനമാണോ? അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇന്ന് ഈ കാലഘട്ടത്തിൽ നമുക്ക് 100 പ്രബോധനങ്ങളാണ്. യൂട്യൂബ് തുറന്ന്, വാട്സപ്പ് തുറന്ന്, എന്തുമാത്രം നല്ലതാ വചനങ്ങള്. എന്നാൽ എല്ലാ വചനങ്ങളും പരിശുദ്ധാത്മാവിന്റെ വചനങ്ങളല്ല. എല്ലാ ആത്മീയത, ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ആത്മീയതകളും
അത് കർത്താവിൻ്റെ സത്യവിശ്വാസത്തിൻ്റെ ആത്മീയതകളല്ല. അതിൽ ചില കള്ളനാണയങ്ങളുണ്ട്, ചില പതിരുകളുണ്ട്. അത് കർത്താവിന് അറിയും സഹോദരങ്ങളെ. അതുകൊണ്ട് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടൊരു കാര്യം പറയാനുണ്ട്. നമ്മൾ ഏതുപദേശമാണെങ്കിലും വചനത്തിൽ അടിസ്ഥാനമുണ്ടോ? സഭയുടെ സത്യപ്രബോധനത്തിൽ അടിസ്ഥാനമുണ്ടോ? സത്യവിശ്വാസത്തിൽ അടിസ്ഥാനമുണ്ടോ എന്ന് പരിശോധിക്കണം. പൗലോസ് സഭയോട് പറയുന്നുണ്ട്, എല്ലാം പരിശോധിച്ച് നോക്കുവിൻ, നല്ലതിനെ മുറുകെ പിടിക്കുവിൻ. എല്ലാം പരിശോധിച്ച് നോക്കൂ. ഇപ്പൊ ഈ വചനം നിങ്ങൾ പരിശോധിച്ച് നോക്കണമെന്ന് അല്ല, കണ്ണടച്ചങ്ങ് വിശ്വസിക്കല്ല. നീ പറയുന്ന കാര്യങ്ങൾ വചനത്തിൽ അടിസ്ഥാനപ്പെട്ട കാര്യമാണോ? ഇത് സഭയുടെ പ്രബോധനങ്ങളോട് ചേർന്ന് പോകുന്ന കാര്യമാണോ ഇദ്ദേഹം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ പരിശോധിക്കണം. അത് പരിശോധിക്കണമെങ്കിൽ നിങ്ങളിൽ വചനമുണ്ടാകണം. നിങ്ങൾ വചനത്തിന് അനുഭവമുള്ളവരാകണം, വചനശക്തി അനുഭവിക്കുന്നവരാകണം, വചനം ഭക്ഷിക്കുന്നവരാകണം, വചനം അകത്ത് കത്തണം, വചനത്തിൽ ജീവിക്കണം. മനസ്സിലാകുന്നവർ വിശ്വസിച്ച് ആമേൻ പറഞ്ഞേ. ഓ, സ്തുതിക്കുന്നു സ്തുതിക്കുന്നു പരിശുദ്ധാത്മാവേ. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. ബെറോയിലെ വിശ്വാസികള് പൗലോസ്ലിക സുവിശേഷം പ്രസംഗിച്ചിട്ട് അവർ വചനം പരിശോധിച്ചു. ഇത് സത്യമാണോ, കൃത്യമാണോ എന്ന് പരിശോധിക്കുകയാണ് അവര്. അതാണ് വചനത്തിൽ വളരുന്നവരുടെ പ്രത്യേകത. നമ്മൾ ശ്രദ്ധിക്കണം സഹോദരങ്ങളെ, ശ്രദ്ധിക്കണം. ഈ കാലഘട്ടത്തിൽ പരസ്പരം വചനം പറഞ്ഞ് വചനം ഭാഷണം നടത്തണം. നമ്മൾ അങ്ങനെ വചനത്തിൽ വളരണം. നമ്മൾ ഹല്ലേലൂയ, പോരെ ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനത്തിൽ വളരുന്നവരായി. നാലാമത് എന്താ? വചനം പരസ്പരം പങ്കുവെച്ച് ജീവിക്കുന്നവർ നമ്മൾ ആ വചനത്തിൽ കണ്ടു. എബ്രായർ 3:13 നമ്മൾ കണ്ടതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു വചനമുണ്ട് സഹോദരങ്ങളെ, എഫെസസ് 5:19. അവിടെ പൗലോസ്ലിക സഭയെ കൃത്യമായി പഠിപ്പിക്കുകയാണ്. സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും പരസ്പരം സംഭാഷണം. നമ്മൾ ലോകവർദ്ധ ചപ്പും ചവറല്ല പറയേണ്ടത്. ഈ ലോകത്തിന് വ്യർത്ഥ ഭാഷങ്ങളല്ല. കർത്താവിൻ്റെ നാവായി വിളിക്കപ്പെട്ടവരാ നമ്മൾ. എത്ര ഉന്നതമായ പദവിയ സഹോദരങ്ങളെ. നാസയിലെ സയന്റിസ്റ്റിനേക്കാൾ വലിയ പദവിയ കർത്താവിൻ്റെ നാവായി ജീവിക്കുക എന്നുള്ളത്. അതുകൊണ്ട് കർത്താവ് പറയും, നീ വ്യർത്ഥ ഭാഷണത്തിൽ ഏർപ്പെടരുത്. ഈ ചപ്പും ചവറും പറഞ്ഞ് നിന്റെ അഭിഷേകം നഷ്ടപ്പെടുത്തരുത്. ലൗകികമായ സംസാരത്തിൽ നിന്നിന്റെ കൃപയെ ചോർത്തിക്കളയരുത്. ജഡികമായ സംസാരങ്ങളരുത്. അമിതമായ കോമഡി ഇന്ന് അനേക വിഷയ. വേറെ മാർഗഭാവമൊന്നും ചെയ്യുന്നില്ല. വെറുതെ ഇങ്ങനെ കണ്ട നമുക്ക് ഹ്യൂമർ സെൻസ് ഒക്കെ വേണം സഹോദരങ്ങൾ. ഇത് കർത്താവ് തന്നിരിക്കണേ. പക്ഷെ അതിനൊക്കെ ഒരു ലിമിറ്റുണ്ട്. അമിതമായ തമാശകൾ പറഞ്ഞ്, വളിപ്പ് പറഞ്ഞ്, കോമഡി പറഞ്ഞ് അത് നിന്റെ അഭിഷേകത്തെ നഷ്ടപ്പെടുത്തും. സംശയിക്കേണ്ട. പരിശുദ്ധാത്മാവ് മിതത്വത്തിന്റെ സംയമനത്തിന്റെ ആത്മാവാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ എന്താണ് നമ്മൾ സംഭാഷണം ചെയ്യേണ്ടത്? നമ്മുടെ സംഭാഷണം എന്തിനെ കുറിച്ചാ? ഞാൻ പറഞ്ഞു, നമുക്ക് അനുദിന ജീവിതത്തിൽ പല കാര്യങ്ങളും വേണ്ടതുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. ജോലി കാര്യങ്ങൾ, കുടുംബ കാര്യങ്ങൾ, നമ്മുടെ ബിസിനസ്സോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതൊക്കെ നമ്മൾ സംസാരിക്കണം. പക്ഷെ അതിൻ്റെ കൂടെ ഇത് മറക്കരുത്. സങ്കീർത്തനങ്ങൾ നിങ്ങൾ പരസ്പരം സംസാരിക്കാനാ പറയണേ. ആത്മീയ ഗീതങ്ങള്, സങ്കീർത്തന വചനങ്ങള്, ദൈവവചനങ്ങള് നിങ്ങൾ പരസ്പരം സംഭാഷണം നടത്തുവിൻ. ഒരു കുടുംബത്തിൽ ഇങ്ങനത്തെ ഒരു ഷെയറിംഗ് ഉണ്ടാകണം. മിനിസ്ട്രികളിൽ ഈ ഷെയറിംഗ് ഉണ്ടാകണം. നമ്മുടെ സമൂഹങ്ങളിലൊക്കെ ഈ ഷെയറിംഗ് ഉണ്ടാകണം. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വചനം പറഞ്ഞുകൊണ്ടിരിക്കണം. സങ്കീർത്തനങ്ങൾ നിങ്ങൾ സംഭാഷണം നടത്തണം. ആത്മീയമായ സംഭാഷണങ്ങൾ നമ്മുടെ സ്പിരിച്വൽ പ്രോഗ്രസ്സിന്, ആത്മീയ വർധനവിന് ആവശ്യമായ വചനങ്ങൾ പങ്കുവെച്ച് കൃപയിൽ ജ്വലിക്കുന്ന ആത്മാക്കളായി മാറണം. ഇതാണ് കൊളോസസ്കാർക്കുള്ള ലേഖനം 3:16 പൗലോസ്ലിക സഭയെ പഠിപ്പിക്കുന്നത്. 3:16 എന്താ പറയുന്നത്? അവിടെ വചനം പറയുകയാണ്. കൊളോസസ് 3:16. നമുക്ക് പെട്ടെന്ന് വചനം ശ്രദ്ധിക്കാം. പരസ്പരം പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുമ്പോഴും കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തോടെ പരസ്പരം പഠിപ്പിക്കണം. എന്താ പഠിപ്പിക്കേണ്ടത്? ബയോളജിയും ഫിസിക്സും കെമിസ്ട്രി ആണോ? അതൊക്കെ പഠിക്കേണ്ടത് പറയുന്നില്ല. അത് മാത്രമല്ല വചനം പഠിക്കണം. വചനം ഭക്ഷിക്കണം. നമ്മൾ വചനം പരസ്പരം നമ്മൾ പഠിപ്പിക്കുന്നവരാകണം, പങ്കുവെക്കുന്നവരാകണം. അത് സംഭാഷണം നടത്തുന്നവരാണ്. ഇതൊക്കെ ചെയ്യുമ്പോഴും
നന്ദിയുള്ള ഹൃദയത്തോടെ നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തി ചെയ്യുക എന്ന് പൗലോസ്ലീഹ സഭയെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഇപ്പൊ ദൈവ വചനം പങ്കുവെച്ച് ജീവിക്കുന്ന ജീവിതങ്ങളായി മാറ്റപ്പെടുമ്പോൾ ഈ റിവൈവൽ, ഈ ഉണർവുണ്ടാകും. ഒരു വ്യക്തി പരിശുദ്ധാത്മാവിൽ നിറയുമ്പോൾ ആ വ്യക്തിയിൽ സംഭവിക്കുന്ന ചേഞ്ചസ്, ആ ട്രാൻസ്ഫർമേഷനിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. നമ്മൾ ഈ സത്യം മനസ്സിലാക്കുക സഹോദരങ്ങളെ. അവസാനമായി അഞ്ചാമതായി ദൈവവചനത്തിന് ശക്തിയോടെ സാക്ഷ്യം നൽകുന്നു. ഒരു വ്യക്തി പരിശുദ്ധാത്മാവിൽ നിറയുമ്പോൾ, നിങ്ങൾ ലോക ചരിത്രത്തിൽ, സഭാ ചരിത്രത്തിൽ പരിശുദ്ധാത്മ നൽകിയ റിവൈവലുകളെ കുറിച്ച് പഠിക്കുക. ആ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ ഒരു ഉണർവിൻ്റെ പ്രധാനമായിട്ട് ആ ഉണർവിൽ സംഭവിക്കുന്നത് എന്താണെന്നറിയോ? അതിന്റെ പ്രധാന റിസൾട്ട് എന്താണെന്നറിയോ? ഇവാഞ്ചലൈസേഷൻ ആണ്. ഇവാഞ്ചലൈസേഷൻ. ആയിരങ്ങൾ, പതിനായിരങ്ങൾ കർത്താവിന്റെ വചനത്തിന് സാക്ഷ്യം നൽകുവാൻ മുന്നോട്ട് വരികയാണ്. ഈ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ വചനത്തിന് വേണ്ടി മുന്നോട്ട് വരണം സഹോദരങ്ങൾ. വചനം കേട്ട് കേട്ട് ഇങ്ങനെ തഴമ്പിച്ചു പോകുന്നവരായി മാറരുതേ. ദൈവവചനം മുറിച്ചു കൊടുക്കുന്നവരായി, വചനത്തെ ഈ ലോകത്തിന് പ്രദാനം ചെയ്യുന്നവരായി, വചനത്തിന്റെ ശക്തി ഈ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ജീവിതങ്ങളായി നമ്മൾ മുന്നോട്ട് വരണം. വി ആർ റെഡി ലോർഡ്. കർത്താവേ, ഞങ്ങൾ തയ്യാറാണ് വചനം കൊടുക്കുവാൻ, വചനത്തിന് സാക്ഷ്യം നൽകുവാൻ. ഐ ആം റെഡി ലോർഡ്. കർത്താവേ, നീ എന്നെ അനോയിന്റ് ചെയ്യണമേ. എത്ര പേർക്ക് മുന്നോട്ട് വരാൻ പറ്റും? എത്ര പേർക്ക് യെസ് പറയാൻ പറ്റും? അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2:47 നമ്മൾ എന്താ കാണുന്നത്? ആദിമ സഭ ഇവാഞ്ചലൈസേഷന്റെ സഭയായിരുന്നു, വചനത്തിന്റെ സഭയായിരുന്നു. അതിന്റെ സെക്കൻഡ് പാർട്ടിലോട്ട് വരിക. രക്ഷ പ്രാപിക്കുന്നവരെ കർത്താവ് അവരുടെ ഗണത്തിൽ പ്രതിദിനം ചേർത്തുകൊണ്ടിരുന്നു. രക്ഷ പ്രാപിക്കുന്നവരെ കർത്താവ് സഭയോടുകൂടെ ചേർത്തുകൊണ്ടിരുന്നു. എന്തുകൊണ്ട് ജനത്തെ സഭയോടുകൂടെ ചേർക്കുവാൻ കർത്താവിന് കഴിഞ്ഞത്? ആദിമ സഭയിലെ സഭാമക്കൾ ഒരു വചനത്തിന് സാക്ഷ്യം നൽകി, ഒരു വചനം പ്രഘോഷിച്ചു, ഒരു ഇവാഞ്ചലൈസേഷൻ നടത്തി, സുവിശേഷ വേല നടത്തി. വചനം പ്രഘോഷിക്കാത്ത സഭ ഡെഡാണ്. വചനം പ്രഘോഷിക്കാത്ത സഭ നിർജീവമാണ്. വചനം പ്രഘോഷിക്കാത്ത കുടുംബങ്ങൾ ഇന്ന് നമ്മൾ എന്താ നിർജീവമാകുന്നത്? നമ്മൾ എന്താ ദുർബലമാകുന്നത്? നമ്മൾ എന്താ തളരുന്നത് സഹോദരങ്ങളെ? നോ ഇവാഞ്ചലൈസേഷൻ, നോ ഇവാഞ്ചലൈസേഷൻ, നോ വേർഡ് ഓഫ് ഗോഡ്. അതിന് പകരം വേറെ കുറെ തിയോളജികളും ഫിലോസഫികളൊക്കെ നമ്മുടെ ഉള്ളിലോട്ട് കയറി. ഇതൊന്നും വേണ്ടെന്ന് പറയുന്നില്ല, പക്ഷേ ക്രിസ്തുവിന് യോജിക്കാത്ത ഒരു ഫിലോസഫിയും നമ്മളെ വളർത്തുകയില്ല. വിശ്വസിച്ച് രാമേൻ പറഞ്ഞ് സ്തുതിക്കുന്നു. സെക്യുലറിസവും ലിബറലിസവും റിലേറ്റിവിസവും ഫെമിനിസവും സോഷ്യലിസവും മോഡേണലിസവും ഇങ്ങനെ കുറെ ഇസങ്ങൾ ഇന്ന് ഒരുപാട് വർദ്ധിച്ച് ഇതിനൊക്കെ ലക്ഷ്യം എന്താണെന്നറിയോ? ഫെയ്ത്ത് ഇല്ലാതാക്കുക, ഇവാഞ്ചലൈസേഷൻ ഇല്ലാതാക്കുക. ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. പൗലോസ് സഭയോട് പറഞ്ഞു, തിമോത്തിയോസിനോട് പൗലോസ് പറയാണ്, 2 തിമോത്തി 1:8. നമുക്ക് പെട്ടെന്ന് വചനം വായിച്ച് ഈ സെഷൻ ഈശോയ്ക്ക് സമർപ്പിക്കാം. നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നീ ലജ്ജിക്കരുത്, നീ നാണിക്കരുത്. നിന്റെ സ്റ്റാറ്റസ് പറഞ്ഞ്, കർത്താവ് തന്നതല്ലേ ഈ സ്റ്റാറ്റസ് ഒക്കെ, ഈ പൊസിഷൻ, ഈ മഹിമ, ഈ എഡ്യൂക്കേഷൻ, ഈ ക്വാളിഫിക്കേഷൻ, ഇതൊക്കെ ആര് തന്നതാ? ഇതൊക്കെ കർത്താവിന്റെ ദാനമല്ലേ സഹോദരങ്ങളെ? വി ആർ നത്തിങ്, എവരിതിങ് ബിലോങ്സ് ടു ദ ലോർഡ്. എല്ലാം കർത്താവിൻ്റെതാണ്. നമ്മളുടെ നമ്മൾ വെറും മണ്ണാങ്കട്ടകളാ, ഒന്നുമല്ല സഹോദരങ്ങളെ, ഒന്നുമല്ല. വി ആർ നത്തിങ്. എല്ലാം കർത്താവിന്റെ ദാനമാണ്. നമ്മളെതിനെ സാക്ഷി നൽകാൻ മടിക്കുന്നത്, നമ്മളെതിനെ ലക്ഷിക്കുന്നത്? വചനമുള്ളിലുള്ളവർ, പരിശുദ്ധാത്മാവിന്റെ തീയുള്ളവർ ഏത് സാഹചര്യത്തിലും നിർഭയം, അവിവേകം കാണിക്കലാണ് ഇവർ. അവിവേകം കാണിക്കല്ല, വിവേകത്തോടെ ധീരതയോടെ കർത്താവിന്റെ വചനത്തിന് അവർ സാക്ഷ്യം നൽകും. അവരാണ് പരിശുദ്ധാത്മാവുള്ളവർ, അവരാണ് വചനത്തിന്റെ ശുശ്രൂഷകർ. സഹോദരങ്ങളെ, ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. അനേകർ ആകർഷിക്കപ്പെടുകയാണ്, അനേകർ സഭയിലോട്ട് വരികയാണ്. അപ്പോസ്തല പ്രവൃത്തി 8:4-5 വചനങ്ങൾ അവിടെ പറയാൻ, ചിതറിക്കപ്പെട്ടവർ വചനം പ്രസംഗിച്ച് ചുറ്റി സഞ്ചരിച്ചു. പീലിപ്പോസ് ആകട്ടെ ആദിമ സഭയിലെ ഡീക്കനായിരുന്നു. പരിശുദ്ധാത്മാവും വിശ്വാസം നിറഞ്ഞ ആത്മാവിന്റെ ഫയർ ആയിരുന്നു പീലിപ്പോസ് എന്ത് ചെയ്തു? സമരിയായിലെ ഒരു പട്ടണത്തിൽ ചെന്ന് അവിടെയുള്ളവരോട് ക്രിസ്തുവിനെ പ്രഘോഷിച്ചു.
ക്രിസ്തുവിനെ പ്രഘോഷിച്ചു, വചനം പ്രഘോഷിച്ചു. സമറിയ പട്ടണം ഇളകി മറിഞ്ഞു. ആയിരങ്ങൾ കർത്താവിനെ കണ്ടുമുട്ടി. അനേകം ചെറുപ്പക്കാരെ വചനത്തിന് സാക്ഷ്യം നൽകുവാൻ തങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിച്ചു. കുടുംബമായി നിങ്ങൾ മുന്നോട്ട് വരണം. ദൈവവചനത്തിന് സാക്ഷ്യം നൽകാൻ എൻ്റെ യുവജനങ്ങളെ, എൻ്റെ കുഞ്ഞനുജന്മാരെ, അഞ്ചത്തിമാരെ, നിങ്ങളെ യൗവനം നിങ്ങൾ കർത്താവിനായി സമർപ്പിക്കണം. ഒരു സമർപ്പണത്തിലേക്ക് നിങ്ങൾ വരിക. പരിശുദ്ധാത്മ തരുന്ന റിവൈവലിൽ ഇതാണ് സംഭവിക്കുന്നത്. വചനത്തോടുള്ള സാക്ഷ്യം, വചനത്തോടുള്ള സ്നേഹം, വചനത്തിലുള്ള വളർച്ച, വചനത്തിലുള്ള പങ്കുവെക്കൽ, വചനത്തിൻ്റെ ശക്തി അനുഭവിച്ചുള്ളൊരു ജീവിതം നമുക്കതിനായി ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നിങ്ങളേവരെയും പരിശുദ്ധാത്മാവതിനായി സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയുമാണ്.